ഏറ്റവും കൂടുതൽ മുടി അയച്ചിട്ടുള്ള ആ സ്ത്രീകളെ അടുത്തേക്ക് ആകർഷിക്കും. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി സാധിപ്പിച്ചു കൊടുക്കുന്ന മാരക രോഗങ്ങൾ വരാതെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിപ്പോ എത്രാമത്തെ പോക്കാണ്? 55ാമത്തെ പോക്കാണ്. കയറ്റൂല, തട്ടുമ്പുറത്തേക്ക് വലിച്ചെറിയാൻ. ാണ് ഈ കെട്ട് ഇപ്പോൾ ആരും കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ആ പയമക്ക് പുതിയൊരാൾ അമ്മനെ കാണാൻ പോകുമ്പോൾ ഓടി വസ്ത്രത്തിലാണ് അമ്മക്ക് വേണ്ട ദ്രവ്യങ്ങൾ കൊണ്ടുപോകും. ദേവിക്ക് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ അതിന്റെ ഒരു ഭംഗി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. കേരളത്തിൽ ഒരുപാട് ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. മാർച്ച് മാസത്തിലെ ഉത്സവങ്ങൾക്ക് കയ്യും കണക്കുമില്ലാന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ആരൊക്കെയാണ് പോവാത്തത്? എന്നാൽ ഇത്തവണ നിങ്ങൾ എല്ലാവരും പോകും. ആദ്യമായിട്ടാണ് നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നതെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. ആദ്യമായിട്ട് ഒരാൾ, അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, എന്തെല്ലാം ചടങ്ങുകൾ കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോവേണ്ടതെന്നുള്ള ഫുൾ വീഡിയോ ആണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ എടുത്ത് ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നത് കൊണ്ട് ഞാനും അച്ഛനും അമ്മയും ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ടേക്ക് വിട്ടു. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയട്ടെ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുന്നും മലയും ഒക്കെ താണ്ടിയിട്ടാണ് അവിടെ എത്തിയത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരുപാട് കയറ്റമൊക്കെ കയറിയിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. ഇപ്പം ഏകദേശം എത്താറായിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ തേടി പിടിച്ച് അമ്പലത്തിലേക്ക് പോകുന്ന, അതായത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകുന്ന ആ തറവാട്ടുകാരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും കുറച്ച് ചടങ്ങുകളൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും എനിക്ക് അവർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു കേട്ടോ. ഞാൻ ആ തറവാട്ട് വീട്ടിൽ കയറിയപ്പോൾ തന്നെ കുരുതി തർപ്പണാണേ കണ്ടത്. അതായത് കോഴിയെ അറുത്തിട്ട് കുരുതി തർപ്പണം ചെയ്യുന്നത്. ഇതെല്ലാം ഒരു തറവാട്ടിലെ ആളുകളാണ്. എല്ലാ തവണയും ഇവർ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് ഇങ്ങനെയാണ് പോവാറുള്ളത്. അതായത് പുതുതായിട്ട് പോകുന്ന ആളുകൾ കെട്ട് നിറച്ചിട്ടാണ് അവർ അമ്പലത്തിലേക്ക് പോവാറുള്ളത്. ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കെട്ട് നിറയ്ക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. എങ്കിൽ പോലും നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. തറവാട്ടിൽ മെയിൻ ആയിട്ടുള്ള കോമരം എല്ലാവരുടെയും തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ വാളാണ് കയ്യിലിരിക്കുന്നത്. ഇതാണ് അവര് ഗുരുതിക്ക് വേണ്ടി ഒരുക്കിയ കളം. ദേവിക്ക് വേണ്ടി കത്തിച്ചു വെച്ച പന്തവും തേങ്ങയും ഇളനീരും അങ്ങനെ പലതും നേതിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം അവരെന്തെല്ലാം കാര്യങ്ങളാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് എന്ന്. ഞാൻ വന്ന് കയറുമ്പോൾ കുരുതിക്കളത്തിലേക്ക് കോഴീനെ അറുത്തിടുന്നതാണ് കണ്ടത്. ഇപ്പോഴും കുരുതിക്കളത്തിൽ നമുക്ക് കോഴിയുടെ തല കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ദേവിക്ക് വേണ്ടി സമർപ്പിച്ച കോഴി. അപ്പൊ അതിനെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കോഴിയെ ബലിതർപ്പണം ചെയ്യുന്നതോടുകൂടെ എല്ലാവരും പൂവും അരിയും ഒക്കെ കളത്തിലേക്ക് ഇട്ടിട്ട് പ്രാർത്ഥിക്കുകയാണ്. നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും അരിയും പൂവും ഒക്കെ ഇടുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക മനസ്സുഖം തന്നെ ഉണ്ടായിരുന്നു. കാരണം കൊടുങ്ങല്ലൂർ അമ്മയിലേക്ക് അവരെല്ലാം അർപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇത് എനിക്കും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പുതിയതായിട്ടുള്ള ഒരു അറിവാണ്. അതായത് കൊടുങ്ങല്ലൂർ അമ്മേൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് പോകുന്ന ആളുകൾ കെട്ട് നിറച്ച് പോകണം എന്നുള്ളത്. വഴിയിൽ നിന്ന് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അച്ഛൻ അവർക്ക് മെയിനായിട്ടുള്ള കോമരത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അച്ഛൻ കോമരത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്ത പട്ട് അച്ഛനെ ഒഴിഞ്ഞതിന് ശേഷം നേരെ കളത്തിലേക്കാണ് കേട്ടോ വെച്ചത്. ഇതാണ് കെട്ട് നിറച്ച് വെച്ചത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിക്കാം. കൊടുങ്ങല്ലൂർക്ക് പോകുമ്പോൾ കെട്ടുനിറയാണല്ലോ ഇപ്പോൾ നടന്നത്. അതായത് ഈ ഒരു കെട്ടുനിറയിൽ കെട്ട് കുത്തുക എന്നാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് അതിൻ്റെ അകത്തേക്ക് ചെയ്തത്? നമുക്ക് അവിടെ എറിയാനുള്ള പണവും മഞ്ഞപ്പൊടി, കുരുമുളക്, തേങ്ങ, അടക്ക, വെറ്റില ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിൽ ഒരു കലത്തിൽ കെട്ടിയിട്ട് അത് നമ്മൾ പിന്നെ ആ പോണ ആളെ തോളിലേക്ക് വെച്ച് കൊടുക്കുകയും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്. തുടക്കത്തിലുള്ള ചടങ്ങുകൾ എന്തൊക്കെയായിരുന്നു? തുടക്കത്തിൽ നമ്മൾ കളം വരച്ച് അതിൻ്റെ ബാക്കി സാധനങ്ങൾ പിന്നെ പന്തം വെച്ച് പിന്നെ അതിൽ വേണ്ട ഉരുക്കുകളൊക്കെ പല സാധനങ്ങളും ഒക്കെയാണ്. പഴയ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ അരി നിറ, നെല്ല് നിറ, തവിട്, മലര് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ കുരുതി കലക്കി മുന്നിൽ വെച്ച് ശേഷം നമ്മളെ വിധി പ്രകാരമുള്ള കോഴിനെയും വെട്ടി പറ്റുണ്ടോ?
കടന്നിടം ജാതമുനിയും കടാക്ഷിക്കണേ താനാരം തന്നാരാകൃതി താനാരം തന്നാരോ പടിയും കവിട്ടേ അയ്യപ്പനെ കണ്ട നേരത്തിൽ കാളിയും കാണുവാനായി കാളിയും കിട്ടിലോടിച്ചിരുന്നു ഏട്ടാ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ചടങ്ങ് എന്ന് പറയുന്നത് ഈ കെട്ടുന്നറയാണല്ലോ. പണ്ട് നമ്മളെ കാരണവന്മാർ കൊടുങ്ങല്ലൂർ പോവുകയായിരുന്നു. കൊടുങ്ങല്ലൂർ പോകുന്ന നേരം ഓരോ ദേശത്ത് ഓരോ അവകാശികളുണ്ടാവും. ഈ പട്ടികജാതി വിഭാഗത്തിലെ ആളുകളാണ് ഇന്ന് രേവതി നാളിൽ അവിടെ ഒരു പാട്ടും തോറ്റുമായിട്ട് കാവ് വലം വെക്കുക ചെയ്യുക. അപ്രകാരത്തിൽ ഞങ്ങൾ തറവാട്ടിലെ ഞങ്ങൾക്കുള്ള അവകാശത്തിൻ്റെ ആമ്പ്ര തറവാടാണ്. ഈ ആമ്പ്ര തറവാട്ടിലെ നേതൃത്വത്തിൽ കാരണവരാണത്. അതിൻ്റെ പിറകിലാണ് ഞാൻ കോമരക്കാരനായിട്ടാണ് ഇറങ്ങുന്നത്. തറവാട് കാവാണ് കോയിക്കയം ശ്രീ ഭഗവതി കാവ്. അവിടെ വലം ചെയ്ത് കാണിക്ക അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോവുക. അവിടെ നേരെ പുതിയ ആളുകൾക്ക് കെട്ടുകുത്തും. അമ്മയ്ക്കുള്ള മഞ്ഞൾ, കുരുമുളക്, പണം, പട്ട് അത് പുതിയ കോടിയിൽ തോർത്തിൽ കെട്ട് മുൻകെട്ട് അമ്മക്കുള്ളതും പിൻകെട്ട് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. ആ സ്ഥാനത്ത് അവിടെ പോയി 3 പ്രദക്ഷിണം വെച്ച് കെട്ടവിടെ താങ്ങി വെച്ച് പിന്നെ കുളിയും തേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേവീനെ കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ മേക്കാടേക്ക് പോകും. മേക്കാടേക്കുള്ള വഴിപാടുണ്ടാവും. ആ വഴിപാട് അവിടെ കൊടുത്തു വന്ന് നമ്മൾ കൊലപ്പാടത്ത് പുല്ലൂറ്റ് ഭാഗത്ത് നമ്മൾ കാരണവന്മാർ ബോട്ടിലായിരുന്നു പോകുന്ന കാലം. അപ്പം ബോട്ടിൻ്റെ ആ സൈഡിൽ അവർ നിൽക്കുന്ന ആ സ്ഥാനത്ത് ഞങ്ങൾ നിന്നിട്ട് അവിടെ കാളിക്കും ഗുരുകാരണന്മാർക്കും കോഴി വെട്ടും. ആ കോഴി വെട്ടി നിവേദിച്ച് എല്ലാം കർമ്മങ്ങൾ കഴിഞ്ഞ് തുടിമേളത്തോടു കൂടി നേരെ കാവിലേക്ക് വരും. അവിടുന്ന് കൊലപ്പാടത്ത് വന്ന് കൊലപ്പാടത്ത് വലം ചെയ്ത് അവിടെ ആടി പിന്നെ കാവിലേക്ക് വന്ന് കാവിന്ന് പിറ്റേന്ന് രേവതി കഴിഞ്ഞ് കാവ് തീണ്ടുന്ന നേരം കൊലപ്പാടെന്നുള്ള വരവിലേക്ക് ഞങ്ങൾ എല്ലാവരും എൻ്റെ നേതൃത്വത്തിൽ തന്നാരടിച്ച് വലം വെക്കും. അപ്രകാരത്തിലാണ് പണ്ടും പയമക്ക് ചെയ്തു പോന്ന കർമ്മങ്ങളാണ്. ഈ കെട്ട് ഇപ്പോൾ ആരും കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ആ പയമക്ക് പുതിയൊരാൾ അമ്മനെ കാണാൻ പോകുമ്പോൾ ഓടി വസ്ത്രത്തിലാണ് അമ്മക്ക് വേണ്ട ദ്രവ്യങ്ങൾ കൊണ്ടുപോവുക. അപ്പോൾ അത് നമ്മൾ അവിടെ കഴിച്ച് വന്നതിന് ശേഷം അമ്മക്ക് സമർപ്പിക്കുക ചെയ്യാം. അതൊക്കെ കൊണ്ടുവന്ന ദ്രവ്യങ്ങൾ നേരെ കെട്ടിലുള്ളത് ഞങ്ങൾ ശ്രീകോവിലിൽ കയറ്റൂല, തട്ടുമ്പുറത്തേക്ക് വലിച്ചെറിയുക ചെയ്യാം. നമ്മൾ വഴിപാട് ഉള്ളത് സമർപ്പിക്കൂ. നമ്മളെ പുതിയ ആൾക്കാരെ ദ്രവ്യങ്ങൾ കംപ്ലീറ്റ് എല്ലാം മുഴുവനായിട്ടും തട്ടുമ്പുറത്തേക്ക് എറിയുക ചെയ്യാം. ഈ കെട്ടിലൊക്കെ എന്താണ് നിറച്ചിരിക്കുന്നത്? നാളികേരമുണ്ട്, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പണം,
വെറ്റില, അടക്ക. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ? പുരുഷന്മാർക്ക് ഒരേ ലെവലിൽ, ഒരേ രീതിയിൽ, പ്രായ വ്യത്യാസമല്ല. പെൺകുട്ടി ആദ്യമായിട്ട് പോകുന്ന ആരായാലും, ചെറിയ കുട്ടികളാണെങ്കിലും അത് കെട്ട് വേണം. ഈ കോഴി അറക്കാന്ന് പറയുന്നത്, കോഴി അറക്കാന്ന് പറഞ്ഞാൽ അമ്മനെ വിളിച്ചു വരുത്തി ഈ ഗുരുതിയിലേക്ക് വിളിച്ചു വരുത്തി കർമ്മം കൊടുക്കുകയാണ്. അതായത് താളി എല്ലാ ഭവനത്തിലും പണ്ട് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ കുംഭകരണിക്ക് കോഴി വെട്ടി കുറി കൊടുക്കുന്നൊരു സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ കാലഘട്ടത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ ഇവിടുന്നാണ് കോഴി വെട്ടുക. ഒരു കോഴി ഇവിടെ വെക്കും, തറവാട് കോഴി വെട്ടിയതിന് ശേഷം കൊടുങ്ങല്ലൂർ പോയിട്ട് എല്ലാവരെയും പോയി അവിടെ വെക്കും. അപ്പം ഭവനത്തിലെല്ല എവിടെ വരും, അല്ലെങ്കിൽ ഞങ്ങൾ കോഴിക്കയം ഭഗവതിക്കാവിലേക്ക് വരും, അവിടുന്ന് കുറി ചാർത്തും. അവിടേക്ക് എത്തിപ്പെട്ടില്ല ഈ സ്ഥാനത്ത് വരും. ഇവിടെ ഒരു ദേവസ്ഥാനം ഉണ്ട്, തറവാട് കുളികനായിട്ടും അമ്മ ആയിട്ടൊക്കെ ഉണ്ട്. ഈ കൊടുങ്ങല്ലൂർ അമ്മ പിന്നെ കോഴിക്കഴം ഇങ്ങനെ എങ്ങനെ റിലേറ്റഡ് ആയത്? അമ്മയുടെ മൂലസ്ഥാനം ഈ എല്ലാ ദേവന്മാരും ദേവി ഭദ്രകാളി അമ്മയുടെ ഒക്കെ മൂലസ്ഥാനം കൊടുങ്ങല്ലൂരാണ് ആസ്ഥാനം. ആ ആസ്ഥാനത്ത് നിന്നാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. കൊടുങ്ങല്ലൂർ പോകാത്തൊരു കുടുംബങ്ങളും ഇല്ല. അപ്രകാരത്തിൽ എല്ലാ ആവുകളും മൂലസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. അപ്പോൾ ഭദ്രകാളി അമ്മൻ്റെ ചൈതന്യമാണ് ഭുവനേശ്വരി ആയാലൊക്കെ തന്നെ. കൊടുങ്ങല്ലൂർ അമ്മയിൽ നിന്നും പൊട്ടിപ്പിളർന്നെങ്ങനെ പോയതാണ്. ഇതെന്താണ്? മധുരങ്ങളാണ്. അതായത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അരി, ജീരകം, ശർക്കര വെച്ചിട്ടുള്ളൊരു അരിപ്പൊടി. അത് അവിടെ അമ്മക്ക് ഇഷ്ട വഴിപാടാണ്. ഇവിടുന്ന് കൊണ്ടുപോകും. എന്നിട്ട് അത് കെട്ടുങ്ങ കടവിൽ അവിടെ കൊലപ്പാട് ഞങ്ങൾ അവിടെ വിരി വെച്ച് നിൽക്കുമ്പോൾ ഇതെല്ലാവർക്കും കൊടുത്ത് അവിടെ നിന്ന് വേദിക്കും. ഈ ഒരു അളവിൽ എത്ര തന്നെ ഉണ്ടാവുള്ളൂ? അല്ല, കുറേ കൂടെ ഉണ്ടാവും. ഓരോ കുടുംബത്തിൽ നിന്നും കൊണ്ടുവരും. ഓരോ പുത്തൻകുട്ടീൻ്റെ വക ഈ പൊടി ഉണ്ടാവും. ആമ്പ്ര തറവാട് ഞങ്ങളെ മൂലസ്ഥാനം കുറുങ്ങോട്ട് എന്ന് പറയും. കുറുങ്ങോട്ട് തറവാട് ആമ്പ്ര. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ആമ്പ്ര തറവാട്. ആ തറവാട്ടിൽ നിന്ന് ഞങ്ങൾ കോഴിക്കയം അമ്മൻ്റെ അടുത്ത് നിന്നാണ് ഞങ്ങൾ പോവുക. ഇവിടെ നടത്തം ജില്ല പോവുക. ഇവിടുന്ന് നടത്തം ജില്ല നേരെ പുഴ കടന്ന് കാവ് കയറി വലം ചെയ്ത് പിന്നെ അവിടുന്ന് ബസ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. എൻ്റെ അച്ഛൻ കൊണ്ടു നടന്ന കർമ്മങ്ങൾ മൂത്ത ജ്യേഷ്ഠനാണത്. അദ്ദേഹം പോയി. അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ഏട്ടനെയും കൊണ്ടുവന്നു. വള്ളിവാൾ പിടിച്ചു പോകുന്നത് എൻ്റെ രണ്ടാമത്തെ ഏട്ടനെയും. ഏട്ടൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ വള്ളിവാൾ എടുത്ത് പോലെ തുടങ്ങിയത്. അമ്പലത്തിൽ നിന്ന് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്. അപ്പം ഇവിടുന്ന് ആരെങ്കിലും അങ്ങനെയുള്ള എന്താ പറയുക കോമരങ്ങൾ അവിടെ തുള്ളാറുണ്ടോ? അവിടുന്ന് ആ നടയിലെത്തുമ്പം ദർശനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. അത് കോഴിക്കയം ശ്രീ ഭഗവതിക്കാവെന്നും വാക്കണ്ടെന്നാണ്. ആ ഭദ്രകാളി അമ്മയെ ഒരു ഭാഗത്ത് വെട്ടുമൂർത്തി അമ്മയുണ്ട്. വലം ഭാഗത്ത് വെട്ടുമൂർത്തി അമ്മയും ഇടം ഭാഗത്ത് ഭദ്രകാളി അമ്മയും കൂട്ടിപ്പിടി. വെട്ടുമൂർത്തി അമ്മ എല്ലാ സ്ഥാനത്തും ഇല്ല. അപൂർവങ്ങളിലെ കാവുകളിലാണ്. അത് കോഴിക്കയം കാവിലാണ്. ആ വെട്ടുമൂർത്തി അമ്മൻ്റെ ഒരു ആട്ടക്കാരനാണ്. അപ്പോൾ ഇങ്ങനെ ആടുന്നത് ആട്ടക്കാരൻ എന്നാണ് അവർ പറയുന്നത്. ആട്ടക്കാരൻ ദർശനം വന്നു കഴിഞ്ഞാൽ കോമരക്കാരനായിട്ടാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി മുൻഗണന ഉണ്ടല്ലോ. സ്ത്രീകൾക്കുണ്ട്. ഭദ്രകാളീൻ്റെ കോമരത്തിൽ സ്ത്രീകൾക്കും മുൻഗണന ഉണ്ട്.
അത് ഭദ്രകാളി ഏറ്റവും കൂടുതൽ മുടി അയച്ചിട്ടുള്ള ആ സ്ത്രീകളെ അടുത്തേക്ക് ആകർഷിക്കും. മുടി അയച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകർഷിക്കും. അപ്പൊ നമ്മളെ ഉപാസന കൂടിയാണ് കൊണ്ടുവരുന്നത്. ഇവിടത്തെ തറവാട്ടിൽ നിന്ന് ഏതെങ്കിലും സ്ത്രീകൾക്ക് അങ്ങനെ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. എല്ലാ തവണയും അങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട്. അവിടെ നന്നായി അടിക്കുമ്പോൾ തുടങ്ങും. എത്ര ദിവസം ഈ ഒരു എന്താ പറയാ നോൽമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങും? 7 ദിവസം ഞങ്ങൾ നോൽമ്പ്. പണ്ടൊക്കെ കുംഭവർണിക്ക് കുറിയിട്ട് കഴിഞ്ഞാൽ 21 ദിവസം നോൽമ്പായിരുന്നു. ഇപ്പോൾ അതൊക്കെ ചുരുങ്ങി 7 ദിവസമാക്കി. എല്ലാവർക്കും തിരക്കാണ്. ആ പ്രകാരത്തിൽ 7 ദിവസം നോൽമ്പ്. മദ്യം കഴിക്കുക എങ്കിലും കൂടിയിട്ട് ഈ സമയത്ത് മാത്രം നാവിന് വെക്കാം. മത്സ്യമാംസാദികൾ കഴിക്കില്ല. വീട്ടിലേക്ക് നടത്തിയ കോഴി കഴിക്കും, അല്ലാത്ത കോഴി കഴിക്കാൻ കഴിക്കില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ നിയമാവലി. ചിട്ടകള് കുരുതീനെ പറ്റി പറഞ്ഞാൽ ഈ കോഴീനെ ഇറക്കുവാണല്ലോ. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കോഴീനെ ഇനി രണ്ടാമത് ഇറക്കുന്നുണ്ടെങ്കിൽ ചടങ്ങുണ്ടോ? ഓരോ പുത്തൻകുട്ടി ഉണ്ടാവും. പുതിയ ആൾക്ക് പുത്തൻകുട്ടി എന്നാ പറയാ. പുത്തൻകുട്ടി എന്ന് പറഞ്ഞാൽ പുതിയ ആള്. അപ്പോൾ ഈ പുത്തൻകുട്ടിക്ക് ഒരു കോഴി വീതം 10 ആളുടെ 10 കോഴി കിട്ടും. അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകും പൂവൻ കോഴികളെ അവിടുന്ന് വാങ്ങാൻ അവിടെ കിട്ടും. അപ്പോൾ ഒരു പുത്തൻകുട്ടിക്ക് ഒരു കോഴി വീതം വാങ്ങിയിട്ട് അവിടെ ബുദ്ധി സമർപ്പിക്കും. കൂടെ നമ്മുടെ തറവാട് ദേവിക്കും കൂടി ഒരു കോഴി പുറത്ത് വെക്കും. ഈ വിട്ടുമുട്ടിയമ്മ കൂടെ ഉള്ള ദേവികൾക്ക് ദേവന്മാർക്കും കൂടി ഒരു കോഴി പുറമെ ഞങ്ങൾ വിട്ടു. ഞാൻ തറവാട്ട് അമ്പലമൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല ശക്തിയുള്ള അമ്പലമാണ്. ഒരു പ്രത്യേകത എന്തെങ്കിലും പറയാനുണ്ടോ ഇവിടുത്തെ ദേവീനെ കുറിച്ചിട്ട്? കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും? നമ്മുടെ ദേവി എന്ന് പറഞ്ഞാൽ കാര്യസാധ്യം എന്ന് പറഞ്ഞാൽ രോഗങ്ങളൊക്കെ അകറ്റുന്ന പള്ളിവാളാണ്. രോഗങ്ങൾ അകറ്റി വളരെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ വർഷം സങ്കല്പിച്ച പ്രകാരത്തിലൊരു പള്ളിവാളാണ് നടത്തുന്നത്. ഞാൻ കോഴിക്കയം തറവാട് കാവുന്നായിരുന്നു വാളെടുക്കൽ. അത് കമ്മിറ്റിയൊക്കെ ആകുമ്പോൾ ചില പരിമിതികളുണ്ടാവും. അപ്പോൾ സ്വന്തമായിട്ട് കോമരത്തിന് പള്ളിവാള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അന്ന് അവർ ഇവിടുന്ന് സങ്കല്പിച്ച് അപ്രകാരത്തിൽ തലമുറ അവിടെ കൊണ്ടുതന്നു. അതോടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി എന്ത് വിചാരിച്ചാലും വസൂരിമാലായിട്ടും ഭദ്രകാളിയായിട്ടും അത് കൂട്ടിപ്പിടിക്കും. അപ്പം തമാശയല്ല, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദേവിയുടെ മുന്നിൽ പറയാനും ചെയ്യാനും പാടുള്ളൂ എന്നുള്ളത്. അപ്പൊ ഒരു തമാശ പോലെ പോയി വരാന്നുള്ളത് ആരും വിചാരിക്കേണ്ടെന്നാണ്. തമാശ രൂപത്തിലും ഒന്നും വേണ്ട. അമ്മയെ ആ 7 ദിവസം ദാനിക്കും. രാവിലെയും വൈകുന്നേരവും തെക്ക് നിന്നിട്ട് വടക്ക് ഭാഗത്തുനിന്ന് നേരെ തെക്കോട്ട് തിരിഞ്ഞിട്ട് അമ്മനെ ധ്യാനിച്ച് കുറി ചാർത്തുന്ന ഒരു പതിവാണ്. ഇപ്പൊ ദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ കുരുമുളക് അങ്ങനെയുള്ള നാണയം, മഞ്ഞൾപ്പൊടി, പിന്നെ വെറ്റില, അടക്ക. ഈ കുരുമുളകിൻ്റെതും ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്? കുരുമുളക് എന്ന് പറഞ്ഞാൽ വസൂരിമാലയാണ്. വസൂരിമാലക്ക് വിതറുന്ന ഇതിന് ഒരു തുല്യാണ്. അപ്പോൾ ആ കുരുമുളക് പോലെ മണികളായിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, വസൂരി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് അമ്മക്ക് സുഗന്ധദ്രവ്യമാണല്ലോ, അത് അമ്മൻ്റെ നടയിലേക്ക് നമ്മൾ ചാർത്തി കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി ചാർത്തി കൊടുക്കുക. തറവാട്ട് അമ്പലത്തിൽ കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയണ്ട, അതൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? അത് 2023 അവിടെ ഒരു പുലർച്ചെ ഒരു 4 മണിക്കൊക്കെയാണ് ഒരു ആള് ബൈക്കുമ്പോൾ പോകുമ്പം 3 മീറ്റർ ഹൈറ്റിൽ ആ കാവിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് വീണ് തൃശ്ശൂലൊക്കെ ഉണ്ട് കുത്തിവെച്ച് അതിനൊക്കെ മറിഞ്ഞിട്ട് വീണ്. അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. പുലർച്ചെ 4 മണിക്കാണ്. തൊട്ടടുത്ത വീട്ടിൽ ബൈക്ക് കണ്ടപ്പോൾ ഞാനാണ് ആദ്യം കാവിലേക്ക് കയറുന്നത്. അപ്പോൾ തിരി വെക്കാനൊക്കെ നോക്കുന്ന സമയത്താണ് ബൈക്ക് സൈഡ് ആയിട്ട് കിടക്കുന്നത് കണ്ട്. അപ്പോൾ അവിടെയുള്ള തൊട്ടടുത്ത ആളുകളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്നലെ ഒരു ബൈക്ക് കാവിലേക്ക് വീണ്. അപ്പോൾ ആ ദേവീ ദേവന്മാരുടെ ശക്തി കൊണ്ടാണ് അത് പിടിഞ്ഞത്. അവരൊക്കെ പുല്ലാളൂർ ഭാഗത്തുള്ളതാണ്. ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട്. പുറമെ നിന്നുള്ള എല്ലാവരും അത്തരം കാര്യങ്ങൾക്കും പിന്നെ രക്തം കൊണ്ടുള്ള സ്ത്രീകൾക്കുള്ള പ്രയാസങ്ങളൊക്കെ, രക്തത്തിൻ്റെ ആ സ്രാവങ്ങളൊക്കെ, പ്രശ്നങ്ങൾ, ആക്സിഡൻറ്റ് കേസുകളൊക്കെ ആ അമ്മ കൂട്ടിപ്പിടിക്കും. അപ്രകാരത്തിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ നമ്മൾ വഴിപാട് വെച്ച് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടി സാധിപ്പിച്ചു കൊടുക്കുന്ന മാരക രോഗങ്ങൾ വരാതെ മാറ്റിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ട് വരെ നമ്മളവിടെ സങ്കല്പിക്കും.
നമ്മൾ ഈ തറവാട്ട് അമ്പലത്തില് കോഴിക്കയം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊക്കെ നടന്നത്. കൂട്ട് കുടുംബങ്ങളാണ്. അതായത് കൂട്ട് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ചങ്ങാതിമാരുണ്ടാക്കിയ കാവാണ്. ആ പ്രകാരത്തിൽ തലമുറകളായിട്ട് ഞങ്ങൾക്കും അതേപോലെ തന്നെ മറ്റു കുടുംബങ്ങളൊക്കെ ഉണ്ട്. ആ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. കാവില് കൂട്ടായിട്ട് നടത്തുകയാണെങ്കിൽ ഇത് ഞങ്ങൾ തറവാട് പരമായിട്ടാണ് ഈ പോക്കുള്ളത്. ഇത് ഞങ്ങൾ ആമ്പർ തറവാടെന്നേ പറയും. കൊടുങ്ങല്ലൂർ നമ്മൾ ആമ്പർ തറവാടെന്നേ പറയും. ആമ്പർ തറവാട് ഞങ്ങൾ ആ പ്രകാരത്തിലാണ് പോകുന്നത്. പൂജ ചെയ്യുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആള്. അപ്പൊ ഇതാണ് കാരണവരല്ലേ? ഇതിന്റെ കീഴിലാണ് ഞങ്ങൾ ഈ അണിനിരക്കുന്ന എല്ലാ ജനങ്ങളും. ഇതാണ് കുടുംബത്തിലെല്ലാവരും മൂത്ത കാരണവരാണ്. അപ്പം ഇതിപ്പോ എത്രാമത്തെ പോക്കാണ്? 55ാമത്തെ പോക്കാണ്. നല്ല ആരോഗ്യമായിട്ട് 5 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം എത്ര പേരുണ്ട് പുതിയതായിട്ട് പോകുന്നത് കുടുംബത്തില്? 75 ആളുണ്ട്. അപ്പം വർഷത്തിൽ കൂടി പുതിയതായിട്ട് 16 പുതിയതായിട്ട് മൊത്തം 75 പേര്. ആ, എന്താ പേരെന്താണ്? രാമൻ. നമ്മൾ തറവാട്ടിലെ അമ്പലത്തിൽ നിന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട്. സംസാരിക്കാനൊന്നും പറ്റിയില്ലെന്നേ ഉള്ളൂ. ഞാനൊരു കൃഷ്ണൻകുട്ടി കോമരം. അവിടെ ചെന്നിട്ട് പട്ടം കൊടുക്കുമ്പോഴത്തേക്ക് ദേവിയുടെ ആ രീതിയിൽ തന്നെ വരും. അങ്ങോട്ട് പോകും. അതേ രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ വെക്കും. ഇവിടെ ചാർത്തും. 7 ദിവസം കഴിഞ്ഞിട്ടേ മാറ്റുള്ളൂ. 7 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മാറ്റുള്ളൂ. അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട്. അപ്പൊ നമ്മൾ പോകുമ്പോൾ ഒരുപാട് പട്ടുകളൊക്കെ കൊണ്ടുപോകുമോ? ഇല്ല, അത് മാത്രം. പിന്നെ അവിടുന്ന് പട്ട് വലിക്കും. പട്ട് എടുത്തിട്ട് തോളിലിടും. കോഴിക്കല്ല് മൂടുന്ന ആ സമയത്ത് നമ്മളൊരു ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോഴിക്കല്ല് എന്ന് പറയുന്നത്. അതെന്താ അതിന്റെ ഒരു? അവിടെ പണ്ട് മുതൽക്ക് അവിടെ ആ കോഴിക്കല്ലിലായിരുന്നു കോഴി വെട്ടില്. പിന്നെ ദിവസം പാടൊക്കെ ഒരു കോഴിയായി മാറിയപ്പോൾ എല്ലാവരും ആ കോഴിക്കല്ലിലായിരുന്നു വെട്ടുന്നത്. അത് കോഴി വെട്ടാനുള്ള ആദ്യം വെട്ടാനുള്ള അവകാശം തച്ചോളിക്കാർക്കാണ്, തച്ചോളി തറവാട്ടുകാർക്കാണ്. പിന്നീട് അത് ദിവസം കൂടൊക്കെ വന്നതിന് ശേഷം അത് മാറ്റി ഒരു കോഴീനെ പറപ്പിക്കുന്ന രൂപത്തിലേക്ക് മാറി. അപ്പം നമ്മളെല്ലാവരും എന്ത് ചെയ്യും? തൊട്ട പരിസരത്ത് എല്ലാവരും കൊലപ്പാടത്ത് വെട്ടു. അതുപോലെ തൊട്ട് പരിസരത്ത് എല്ലാം കാവിൻ്റെ പരിസരത്ത് കൂടെ അതാത് കോമരക്കാരും അവകാശികളും പോയി വെട്ടും. ഇപ്പം പരിസരങ്ങളിൽ വെട്ടാന്നാണ് പെർമിഷനാണ് പരിസരത്ത് ഫുള്ള്. അപ്പം ഉത്സവം നമുക്ക് നാളെ മറ്റന്നാളും ആണ്. നാളെ മറ്റന്നാളായിട്ട് 15-ാം തീയതി കോഴിക്കല്ല് മൂടിയോട് കൂടി തുടങ്ങിയിട്ടുണ്ട്. മൂടിയോടുകൂടെ തുടങ്ങും. ശനിയാഴ്ച രേവതി കഴിഞ്ഞ് കാവ് തെണ്ടിക്കഴിഞ്ഞാൽ 12 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഭരണി ആ പ്രദേശത്തുള്ള ആളുകൾക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരും. ഞാനും ഉണ്ടാവും അവിടെ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കാണാം. ഭക്ഷണം കഴിക്കാം. ഒരു കുടുംബത്തിൽ എല്ലാവരും ഇത്രയും സന്തോഷമായിട്ടൊരു യാത്ര പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം തന്നെയാണ്. ദേവിക്ക് വേണ്ടി കൊണ്ടുപോയി നമുക്ക് കഴിക്കാനുള്ളത്. നമുക്ക് ദേവി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടുന്ന് കഴിക്കാം. ഒരു കട്ടൻ ചായ ഇതും വേണ്ട, വിഷമം വേണ്ട. ഇതൊക്കെ ഒരു പണ്ടത്തെ കാലത്ത് വിശപ്പെടുക്കല് ഈ സാധനം. ദേവിക്ക് വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ അതിന്റെ ഒരു പങ്ക് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ്. ദേവിക്ക് വേണ്ടി കൊണ്ടുപോയ പൊടി അത്യാവശ്യം കഴിച്ചപ്പോൾ തന്നെ എന്റെ വിശപ്പൊക്കെ മാറിയേ. എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അമ്മ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എന്നെ അറിയുന്നത് കൊണ്ട് എന്നെ ഭയങ്കര കാര്യമാണ്. ഉച്ചയ്ക്കാണെങ്കിലും ഉത്സവത്തിനാണെങ്കിലും ഭക്ഷണം കഴിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും എന്നെ നിർബന്ധിക്കാനും വല്ലാത്തൊരു സ്നേഹം തന്നെയാണ് അവർക്ക്. ഈ തറവാട്ട് അമ്പലത്തിൽ ഞാൻ പലപ്പോഴായിട്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ കുടുംബത്തിൽ എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എന്റെ സ്വന്തക്കാരുടെ ഒക്കെ വീട്ടിൽ പോയ പോലത്തെ ഒരു അനുഭവം. കൊണ്ടുപോകാൻ വേണ്ടി ഇവിടുത്തെ അച്ഛനെ എടുത്തു വെച്ച തുടികളൊക്കെയാണ്. ഈ ചേച്ചിമാരെല്ലാം അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഇവർക്ക് പോവാനുള്ള വണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിറയ്ക്കലും ഗുരുതി തർപ്പണവും തേങ്ങാ വെട്ടും എല്ലാം ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 30 കൊല്ലായി. കൊടുങ്ങല്ലൂർ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചാണോ?
എന്തൊക്കെയാണുള്ളത്? പട്ടുണ്ട്, മഞ്ഞപ്പൊടി, പട്ട്, മഞ്ഞൾപ്പൊടി അല്ലേ? അങ്ങനെ എല്ലാ അമ്മമാരും അമ്പലത്തിലേക്ക് പോകുമ്പം എടുത്തു വെക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. വീടൊക്കെ പൂട്ടി എല്ലാവരും ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇറങ്ങാൻ പോകുമ്പോൾ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊന്ന് കണ്ടുപോകൂ. ഇവിടുത്തെ മറ്റൊരു തന്ത്രിയാണ് ഷൈജുവേട്ടൻ. നമ്മൾ എന്തൊരു കാര്യം ചോദിച്ചാലും കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ് കേട്ടോ ഇത്. ആളിപ്പോൾ ഒരു നാളികേരം എടുത്തിട്ട് വെട്ടിയിട്ട് 2 ദിക്കിലേക്ക് എറിയുന്നതാണേ. ആദ്യമായിട്ട് പോകുന്ന ആളുകളുടെ തോളിലേക്ക് ഇപ്പൊ കെട്ട് വെച്ചെടുക്കുന്ന ഒരു ചടങ്ങാണ്. നാളികേരവും മറ്റ് ദ്രവ്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു കെട്ട് തോർത്തുണ്ടിൽ പൊതിഞ്ഞിട്ടാണ് തോളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. ഓങ്കാളി മഹാകാളി ശ്രീഭദ്രകാളി കരിങ്കാളി കൊടുങ്കാളിയാണ് എന്ന് കണ്ടതുകൊണ്ട് ചെമ്പ് കൊണ്ടും പൊന്നു കൊണ്ടും മോട്ട് കൊണ്ടും തെറ്റിച്ച് നമ്പൂതിരിൻ ഭ്രാന്തി കിടാവ് കർത്താവ് 4 ഭാഗത്തും 4 പൂജയും വഴിപാടും വെച്ച് വിളിച്ചവർ നേരത്തിങ്കൽ അന്നത്തെ ഒരു കാരണന്മാരായിട്ടിരിക്കുന്നവർ നേരത്തിങ്കൽ ഗൈസ്, അങ്ങനെ അവർ ഇറങ്ങുവാണ് അമ്പലത്തിലേക്ക്. സ്ത്രീകളെല്ലാവരും ഇറങ്ങി നേരെ ബസ്സിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. തോറ്റമ്പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തെറിപ്പാട്ടാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ച് ചെറിയ രീതിയിൽ അവർ തെറിപ്പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങുവാണ്. സത്യത്തിൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, ഈ കൂട്ടത്തിൽ ഒരുപാട് അമ്മമാരുണ്ട്. എനിക്ക് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഉത്സാഹം കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന എല്ലാവരും കൃത്യമായിട്ടുള്ള നോൽമ്പുകൾ എടുത്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. എല്ലാവരും നടന്ന്, അതായത് ഒരു കുന്നുമല ഇറങ്ങിയിട്ട് വേണം വരാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും യാത്രയായി. രാത്രി നേരം പുലരുമ്പോൾ ഞാനും കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം. എല്ലാവർക്കും സൈനിങ് ഓഫ്.